ദൈവം, മനുഷ്യൻ, പരിസ്ഥിതി ഇവ മൂന്നിനോടും സമരസപ്പെടുമ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിതമാകുന്നതെന്ന് യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തയും നിയുക്ത കത്തോലിക്കയുമായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് തിരുപ്പിറവിയുടെ സന്ദേശം നൽകുന്ന വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി തിരുപ്പിറവിയുടെ പെരുന്നാളിലേക്ക് എല്ലാവരും ഒത്തുചേരുകയാണ്. ലോകം മുഴുവനും ദൈവം എത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അനാവരണമാണ് ദൈവം തന്നെ മനുഷ്യനായി പിറക്കുന്നത്. മനുഷ്യൻ്റെ വേദനകളോടും അവൻ്റെ സഹനങ്ങളോടും അവൻ്റെ ഇല്ലായ്മകളോടും സമരസപ്പെടുന്ന ഒരു ദൈവം നിശ്ചയമായിട്ടും നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും പരിമിതികളിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, അത് തന്നെയാണ് തിരുപ്പിറവിയുടെ സന്ദേശം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ആശ്വാസം. ദൈവം, മനുഷ്യൻ, പരിസ്ഥിതി ഇത് മൂന്നിനോടും സമരസപ്പെടുവാനും അനുരഞ്ജനപ്പെടുവാനും മനുഷ്യർക്ക് സാധിക്കുമ്പോൾ അവിടെ ദൈവരാജ്യം സ്ഥാപിതമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുമനസ്സുകളുടെ കൂട്ടായ്മയും നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹവും സൃഷ്ടിക്കുക എന്നുള്ളത് തിരുപ്പിറവിയുടെ ഏറ്റവും വലിയ സന്ദേശവും അത് നമുക്ക് തരുന്ന ഒരു വെല്ലുവിളിയുമാണ്. വിനയം, താഴ്മ, ത്യാഗം ഇതെല്ലാം നമുക്ക് ഈ പെരുന്നാളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ തിരുപ്പിറവിയുടെ പെരുന്നാളിലൂടെ അനേകർക്ക് ദൈവസ്നേഹത്തിൻ്റെ നല്ല സാക്ഷ്യമാകുവാൻ, സമാധാനവും സന്തോഷവും അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ, പിറവിയിലൂടെ ദൈവം നമ്മിൽ പിറക്കുവാനും അതിലൂടെ ആ സമാധാനവും സന്തോഷവും അനേകർക്ക് പങ്കുവയ്ക്കുവാനും ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ സമാധാനവും സന്തോഷവും നേരുന്നതോടൊപ്പം പുതുവർഷം ഐശ്വര്യവും സന്തോഷവും വിജയവും സമാധാനം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.